ഇന്ന് വളരെ ചൂടേറിയ ഒരു വാർത്ത എന്ന് പറയുന്നത് ശ്രീ ആൻ്റണി രാജു MLA ഒരു കേസിൽ ശിക്ഷിക്കപ്പെട്ടു. MLA ഒരു കേസിൽ ശിക്ഷിക്കപ്പെട്ടു എന്നുള്ളതാണ്. ഇത് ഞാൻ 1998 തിരുവനന്തപുരത്ത് ഞാൻ അഡീഷണൽ ജില്ലാ ജഡ്ജിയായിട്ട് ആദ്യം ചെല്ലുന്നത്. അവിടെ ചെന്നു. അവിടെ സെക്കൻഡ് അഡീഷണൽ ജില്ലാ ജഡ്ജി, അതുപോലെ ഫസ്റ്റ് അഡീഷണൽ ജില്ലാ സെഷൻസ് ജഡ്ജി, പിന്നെ അതുപോലെ പ്രിൻസിപ്പൽ ജില്ലാ സെഷൻസ് ജഡ്ജി എന്നീ 3 പദവികളിലും ഞാൻ ഇരുന്നിട്ടുണ്ട്. അവസാനമായിട്ടാണ് ഈ പ്രിൻസിപ്പൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് ജഡ്ജായിട്ട് ഇരുന്നത്. അപ്പം ഞാൻ അവിടെ ചെല്ലുമ്പോൾ തന്നെ സ്റ്റാഫൊക്കെ ഇങ്ങനെ അവിടുത്തെ വളരെ ഓരോ കാര്യങ്ങൾ അവിടുത്തെ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ബെഞ്ച് ക്ലാർക്കൊക്കെ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാറുണ്ട്. അവർക്കൊക്കെ മാത്രമായിട്ടേ ഉള്ളൂ എൻ്റെ അടുത്ത് ആക്സസ് ഒക്കെ ഉള്ളത്, വേറെ ആർക്കും ഇല്ലല്ലോ. അപ്പോൾ ഓരോ അഭിഭാഷകരെക്കുറിച്ചുമൊക്കെ പറയും. അന്ന് അവിടെ പ്രശസ്തരായ കുറച്ച് ക്രിമിനൽ അഭിഭാഷകരുണ്ടായിരുന്നു. അതിൽ ഒരാൾ, ഞാൻ ഏറ്റവും കൂടുതലായിട്ട് അത് വലിയ അഭിഭാഷകനായിട്ട് കണ്ടത് കോട്ടൂർ ഗോപാലകൃഷ്ണപിള്ളയാണ്. അദ്ദേഹം മരിച്ചുപോയി. അതേപോലെ തന്നെ ബാക്കി ഒരു 2-3 അഭിഭാഷകർ വേറെ അതേപോലെ പ്രശസ്തരായ അഭിഭാഷകരുണ്ട്. അതിൽ ഒരാളായിരുന്നു ശ്രീമതി സെലിൻ വിൽഫ്രഡ്. അന്ന് തന്നെ നല്ല പ്രായമുണ്ട്. ഞാൻ പണ്ട് കോർട്ട് പ്രാക്ടീസിന് ആദ്യം LLBക്ക് പഠിക്കുമ്പോൾ ചെല്ലുമ്പോൾ ശ്രീമതി സെലിൻ വിൽഫ്രഡാണ് ഒരു കേസിൽ പബ്ലിക് പ്രോസിക്യൂട്ടറായിട്ട് അപ്പിയർ ചെയ്യുന്നത്. അത് ഞാൻ പോയി ആ കേസ് അറ്റൻഡ് ചെയ്ത് കേട്ടിട്ടുണ്ട്. അന്ന് ശ്രീ UL ഭട്ടായിരുന്നു അവിടുത്തെ പ്രിൻസിപ്പൽ ജില്ലാ സെഷൻസ് ജഡ്ജി. അപ്പോൾ ഈ സെലിൻ വിൽഫ്രഡ് വളരെ ഘോരഘോരം ഇതിനെക്കുറിച്ച് പറയുന്നതും ഒക്കെ കേട്ടപ്പോൾ എനിക്ക് വളരെ ഇഷ്ടം വന്നു. എൻ്റെ മുമ്പിലും ഇവർ വന്നിട്ടുണ്ട്. ഒരുപാട് കേസുകളിൽ സെലിൻ വിൽഫ്രഡ് എൻ്റെ മുമ്പിൽ അപ്പിയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സെലിൻ വിൽഫ്രഡിൻ്റെ ഒരു ജൂനിയറായിട്ട് പുറകെ വന്നിരിക്കുന്ന ആയിരുന്നു ഈ ആൻ്റണി രാജു. ആൻ്റണി രാജു എൻ്റെ മുമ്പിൽ ഒരു കേസ് പോലും നടത്തിയിട്ടില്ല. കാരണം ഈ സെഷൻസ് കേസിലൊന്നും അപ്പിയർ ചെയ്തിട്ടില്ല. ഈ സെലിൻ വിൽഫ്രഡിൻ്റെ ജൂനിയർ എന്നുള്ളതല്ലാതെ ഇനി മജിസ്ട്രേറ്റ് കോടതിയിൽ എങ്ങനെ അപ്പിയർ ചെയ്തിരുന്നോ എന്ന് എനിക്കറിയില്ല. ഏതായാലും സെഷൻസ് കോടതികളിലൊന്നും കേസ് നടത്താറില്ലായിരുന്നു. അങ്ങനെയുള്ള ഒരു അഭിഭാഷകനായിരുന്നില്ല. അത്രത്തോളം അറിവുള്ള ഒരു അഭിഭാഷകനായിട്ട് അവിടെ അന്ന് പരിഗണിക്കപ്പെട്ടിരുന്ന ഒരാളല്ല. അപ്പോൾ അന്ന് തന്നെ എൻ്റെ ബെഞ്ച് ക്ലാർക്കൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഈ വളരെ വലിയ മിടുക്കിയ ഈ മാഡം വളരെ മിടുക്കിയാണ്. പണ്ട് ഒരു കേസിൽ ഈ ജൂനിയറെ കൊണ്ട് ജട്ടി മാറ്റിപ്പിച്ച് ഒരു പ്രതിയെ രക്ഷപ്പെടുത്തിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ ചിരിച്ചതേ ഉള്ളൂ. എനിക്കത് അറിയാൻ വയ്യായിരുന്നു ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന്. പിന്നെ ആനവാൽ മോതിരം എന്ന് പറയുന്ന നമ്മുടെ ശ്രീനിവാസൻ നായകനായിട്ടുള്ള ഒരു സിനിമയുണ്ട്. അതിനകത്ത് ശ്രീനിവാസനും പിന്നെ സുരേഷ് ഗോപിയും ആണ് അഭിനയിച്ചത്. ആ സിനിമയിൽ ഇങ്ങനൊരു സംഭവം കാണിക്കുന്നുണ്ട്. അതായത് ഇതേപോലെ മയക്കുമരുന്ന് ഷഡ്ഡിക്കുള്ളിൽ വെച്ചുകൊണ്ട് വന്ന ഒരാളെടുത്ത് കോടതിയിൽ അവസാനം ഈ ഷഡ്ഡി എടുത്ത് മാറ്റി വേറെ ഷഡ്ഡി അവിടെ റീപ്ലേസ് ചെയ്തിട്ട് ഒരു കുഞ്ഞിൻ്റെ ഷഡ്ഡി എടുത്ത് വെച്ചിട്ട് പറഞ്ഞു, ഇത് അയക്കിടാൻ പറ്റുമോ പറയാം എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അതോടുകൂടി ആ കേസിൽ ആ പ്രതി രക്ഷപ്പെട്ടു പോകുന്നതാണ് നമ്മൾ കണ്ടത്. അതൊരു ഫോറിനർ തന്നെ ആ കാണിച്ചേക്കുന്നത് കേട്ടോ. പല സിനിമകളിലും അയാൾ വന്നിട്ടുള്ള ആളാണ്. അയാളുടെ പേരെനിക്ക് ഓർമ്മയില്ല. ഏതായാലും ഇവിടെ ഈ പറയുന്ന കേസുണ്ടല്ലോ, പിന്നെ ഞാൻ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കിയതാണ് ഇങ്ങനൊരു യഥാർത്ഥ ഒരു കേസ് ഉണ്ടായെന്നും അതേപോലെ അന്ന് ഞാൻ കേട്ടുകേഴ്വി മാത്രമേ ഉള്ളൂ. ഇങ്ങനെ ഈ ആൻഡ്രൂസ് സാൽവത്തോർ എന്ന് പറയുന്ന ഒരു ഓസ്ട്രേലിയൻ കുറ്റവാളി, അയാൾ കൊടും കുറ്റവാളിയാണ്. ഓസ്ട്രേലിയയിൽ കൊലപാതകം ഉൾപ്പെടെയുള്ള കുറ്റങ്ങൾ ചെയ്തിട്ടുള്ളവനാണ്. അയാൾ ഈ ഷെഡ്ഡിക്കുള്ളിൽ ഹെറോയിൻ വെച്ചുകൊണ്ട് ഇവിടെ നമ്മൾ കൊച്ചി വിമാനത്താവളത്തിൽ വന്നു. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വന്നു. തിരുവനന്തപുരത്ത് നിന്ന് ബോംബെ, അന്ന് ബോംബെ എന്നേ പറയുള്ളല്ലോ, പിന്നല്ലേ മുംബൈ ആയേ, ബോംബെ വിമാനത്താവളത്തിലേക്ക് ഫ്ലൈറ്റ് കയറാൻ നിന്നപ്പോൾ സെക്യൂരിറ്റി ജീവനക്കാരാണ്, അതായത് സെക്യൂരിറ്റിയുടെ ചുമതല ഉണ്ടായിരുന്ന ഒരു CI ഒക്കെയാണ് ഇത് പിടികൂടി. അത് അപ്പം 10 വർഷം, അതിന് എന്തായാലും ഉറപ്പാണ് ശിക്ഷ. 10 വർഷത്തിൽ കുറയാതെ ഉള്ള ശിക്ഷ കൊടുത്തേ പറ്റുള്ളൂ. നർക്കോട്ടിക് ഡ്രഗാണ്. അപ്പോൾ അതിന് കേസായി കഴിഞ്ഞപ്പോൾ ആ കേസിൽ ആ പ്രതിക്ക് വേണ്ടി അന്ന് ഹാജരായത് ഈ ശ്രീമതി സെലിൻ വിൽഫ്രഡാണ്. അപ്പോൾ അപ്പീർ ചെയ്തു. വളരെ കാര്യമായി ഇയാളുടെ വാദം എന്ന് പറയുന്നത്, ഈ സാൽവത്തോറിൻ്റെ ഒരു ഭാഗം എന്ന് പറയുന്നത്,
ഇന്ത്യയിൽ വലിയ ചൂടായതുകൊണ്ട് ആ സമയത്ത് ശരിയാണ് ചൂടായതുകൊണ്ട് അയാൾ ഷഡ്ഡി ഒന്നും ധരിച്ചിരുന്നില്ല. ഇയാൾ ഷഡ്ഡി ഇല്ലാതാ വന്നതെന്നാണ് അയാൾ പറഞ്ഞിരുന്നത്. ഏതായാലും ഒരു നീല ഷഡ്ഡിയാണ്. ആ ഷഡ്ഡി ഈ തൊണ്ടി സാധനങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. അപ്പോൾ ഇയാളെ ശിക്ഷിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം അയാളുടെ സ്വകാര്യ വസ്തുക്കൾ വിട്ടുകൊടുക്കണം എന്ന് പറഞ്ഞ് ഒരു ആപ്ലിക്കേഷൻ കൊടുത്തു പ്രതിഭാഗത്തുനിന്ന്. കൊടുത്തു കഴിഞ്ഞാൽ ആ സ്വകാര്യ വസ്തുക്കളൊക്കെ വിട്ടു, അയാളുടെ വസ്ത്രങ്ങളൊക്കെ അതിവിടെ വെച്ചോണ്ട് കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞ് ആ ഉത്തരവിന് യഥാർത്ഥ ഈ ഷഡ്ഡി ഒരിക്കലും വിട്ടുകൊടുക്കാൻ പാടില്ല. കാരണം ഹൈക്കോടതിയിൽ അപ്പീൽ കഴിയാതെ ഇത് വിട്ടുകൊടുക്കാൻ പാടില്ലാത്ത ഒരു സാധനമാണ്. എങ്ങനെയോ അത് മാനിപ്പുലേറ്റ് ചെയ്ത് ഒരു ഓർഡർ വാങ്ങി ഈ ഷഡ്ഡി മജിസ്ട്രേറ്റ് കോടതിയിലാണ് തൊണ്ടി സാധനങ്ങൾ സൂക്ഷിച്ചിരുന്നത്. അവിടുന്ന് അന്ന് കമ്മിറ്റ് ചെയ്യണമായിരുന്നു കേസ് ആദ്യം. അങ്ങനെ കമ്മിറ്റൽ പ്രൊസീഡിങ്സിൽ വരുമ്പോൾ മജിസ്ട്രേറ്റ് കോടതിയിലാണ് ഇത് കീപ്പ് ചെയ്തിരുന്നത്. അപ്പോൾ ഈ ഷഡ്ഡി അവിടുന്ന് വാങ്ങിയെടുത്തു പ്രതിക്ക് വേണ്ടി. ഈ പ്രതിക്ക് വേണ്ടി അത് ഒപ്പിട്ട് വാങ്ങിയെടുത്തത് നമ്മുടെ ഈ ആൻ്റണി രാജുവാണ്. ഏതായാലും ആൻ്റണി രാജു ഒപ്പിട്ട് കൊടുത്ത് വാങ്ങി. ഏതാണ്ട് 4 മാസത്തോളം ആൻ്റണി രാജുവിൻ്റെ കയ്യിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇതിൽ അപ്പീൽ കൊടുത്തു. അപ്പീൽ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഹൈക്കോടതിയിലെ അപ്പീൽ കൊടുക്കേണ്ടത്. സെഷൻസ് കോടതിയുടെ വിധിയുടെ പുറത്തുനിന്ന് അപ്പീൽ കൊടുത്തു. അപ്പീൽ കൊടുത്തപ്പോൾ അപ്പീലിൽ ഹാജരായത് അന്നത്തെ പ്രശസ്ത അഭിഭാഷകനായിരുന്ന ശ്രീ കുഞ്ഞിരാമ മേനോനായിരുന്നു. അദ്ദേഹം മരിച്ചുപോയി, ഇപ്പോൾ ഇല്ല. സെലിൻ വിൽഫ്രഡും ശ്രീമതി സെലിൻ വിൽഫ്രഡും കൂടാണ് ശ്രീ കുഞ്ഞിരാമ മേനോടൊപ്പം ഹൈക്കോടതിയിൽ ഹാജരായത്. അപ്പോൾ അവിടെ ഉള്ള കുഞ്ഞിരാമ മേനോൻ്റെ വാദം എന്ന് പറയുന്നത് ഇതിലെ ഷഡ്ഡി, അതായത് അപ്പോഴത്തേക്ക് ഈ ഷഡ്ഡി റീപ്ലേസ് ചെയ്തു. 4 മാസം കഴിഞ്ഞപ്പോൾ ഹൈക്കോടതിയിൽ ഈ തൊണ്ടി സാധനങ്ങൾ ഹാജരാക്കണമല്ലോ, ഈ കേസിനോടൊപ്പം അയക്കണം. അത് തിരിച്ചു തരാൻ പറഞ്ഞു. അപ്പോഴേ കൊണ്ടിന്ന് ഹാജരാക്കി. അപ്പോൾ ഹാജരാക്കി കൊടുത്തു. അപ്പോൾ പറഞ്ഞു ഈ ഷഡ്ഡി ഇയാടെ അല്ല ഇങ്ങനെ ഇവിടെ ഉള്ളത്. എന്നിട്ട് ചോദിച്ചു ഈ ഷഡ്ഡി ആർക്കെങ്കിലും ധരിപ്പിക്കാം. നോക്കിയപ്പോൾ എന്താ ഒരു കുഞ്ഞിന് ധരിക്കാവുന്ന ഒരു ഷഡ്ഡിയാണത്. അല്ലാതെ ഒരിക്കലും ഈ സാൽവത്തോറിന് ധരിക്കാൻ പറ്റുന്ന ഒരു ഷഡ്ഡി അല്ല. ഈ ഒരു കാരണത്താലാണ് ആ കേസ് അന്ന് ഹൈക്കോടതി ജസ്റ്റിസ് പത്മനാഭനാണ് അദ്ദേഹം ഈ ആൻഡ്രൂ സാൽവത്തോറിന് വെറുതെ വിടുന്നത്. അപ്പോൾ എന്നിട്ട് അതിൽ തന്നെ ഹൈക്കോടതി അന്ന് അദ്ദേഹം വളരെ ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ന്യായാധിപനായിരുന്നു കേട്ടോ. അദ്ദേഹം പറഞ്ഞു ഇത് പോലീസിൻ്റെ കള്ളക്കളിയുണ്ട് ഇതിനകത്ത്. ഇതാരോ ഇത് മാറ്റിയതാണ്. ഈ ഷഡ്ഡി പിടിച്ച ഷഡ്ഡി മാറ്റിയതാണ്, ഉറപ്പാണ്. അതുകൊണ്ട് മാത്രമാണ് അതിൽ അന്വേഷണം വേണ്ടതാണ് എന്നൊക്കെ പറഞ്ഞ് നിശ്ചിതമായി പോലീസിനെ വിമർശിച്ചുകൊണ്ടാണ് ഈ പ്രതിയെ ജസ്റ്റിസ് പത്മനാഭൻ അന്ന് വെറുതെ വിടുന്നത്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഇത് ശ്രീ ജയമോഹൻ എന്ന് പറയുന്ന CI അയാളാണ് ഈ കേസ് അന്വേഷിച്ചിരുന്നത്. അയാൾക്ക് അതങ്ങ് വളരെ വിഷമമായി. അയാൾ മനസ്സിലാക്കി ഇതിനകത്ത് എന്തോ കുഴപ്പമുണ്ട്. അയാൾക്കും ഈ ഷഡ്ഡി അല്ല അത് സംഭവം, ഇതിനകത്ത് നീല ഷഡ്ഡിയാണ്, പക്ഷേ ഇതെന്തോ പ്രശ്നമുണ്ടെന്ന് അയാൾ മനസ്സിലാക്കിയിട്ട് അയാൾ ഹൈക്കോടതിക്കും പരാതി കൊടുത്തു. ഹൈക്കോടതി വിജിലൻസിനും പരാതി കൊടുത്തു. അങ്ങനെ ഹൈക്കോടതി വിജിലൻസിന് കൊടുത്താൽ പരാതി അത് ചീഫ് ജസ്റ്റിസിൻ്റെ മുമ്പ് പ്ലേസ് ചെയ്യണം. ചീഫ് ഓർഡർ ചെയ്യും ഇത് ഒരു അന്വേഷണം നടത്തിയിട്ട് വരാനായിട്ട് വിജിലൻസ് രജിസ്ട്രാറെ അയക്കും. അങ്ങനെ വിജിലൻസ് രജിസ്ട്രാർ നടത്തിയ രഹസ്യവും പരസ്യമായ അന്വേഷണത്തിൽ വെളിവായതെന്ന് പറയുന്നത് ഈ അന്നത്തെ ആ കോടതിയിലെ ബെഞ്ച് ക്ലാർക്കായിരുന്ന മജിസ്ട്രേറ്റ് കോടതിയിലെ ബെഞ്ച് ക്ലാർക്കായിരുന്ന ജോസും അതുപോലെ തന്നെ ആ ഷഡ്ഡി വാങ്ങിക്കൊണ്ടുപോയ ആൻ്റണി രാജുവും ചേർന്നാണ് ഇതിൽ കൃത്രിമം നടത്തിയേക്കുന്നത്. ഈ പ്രതിയെ രക്ഷപ്പെടുത്താൻ വേണ്ടി ചെയ്തേക്കുന്നതാണ്. ഈ ഷഡ്ഡി വെട്ടിത്തയ്പ്പിച്ച് ചെറുതാക്കി കൊണ്ടുവന്ന് ഹാജരാക്കിയേക്കാണ് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം എന്താണെന്നറിയോ, ഈ കേസ് അന്വേഷിക്കണം. അപ്പോൾ ഹൈക്കോടതി വിജിലൻസ് ഇത് പറഞ്ഞു കേസ് അന്വേഷിക്കേണ്ടതാണ്. ഹൈക്കോടതി ഡയറക്റ്റ് ചെയ്തു പോലീസ് ഈ കേസ് അന്വേഷിക്കണമെന്ന് പറഞ്ഞു. വഞ്ചിയൂർ ആണല്ലോ കോടതിയുള്ളത്. അപ്പോൾ ഏതായാലും ശരി, അന്വേഷണം വലിയ കാര്യമാക്കി ഒരു FIR ഒക്കെ അങ്ങിട്ട്. പക്ഷേ അന്വേഷണമൊന്നും നടന്നില്ല. അവസാനം 2006 വരെ ഇതിൻ്റെ ഒരു അന്വേഷണം നടന്നില്ല. ഇത് ആദ്യം 91 ഈ കേസ് വെറുതെ വിട്ടു പോകുന്നത്. 90 ഈ സംഭവം. അപ്പോൾ ഇത് അന്ന് TP സെൻകുമാറാണ് ദക്ഷിണ മേഖല IG ആയിട്ട് വന്നത്. സെൻകുമാർ ഈ കേസ് വളരെ കാര്യമായിട്ട് എടുത്തിട്ട് സെൻകുമാർ പറഞ്ഞു ഇതിങ്ങനെയല്ല. അന്നൊക്കെ സെൻകുമാർ വളരെ മിടുക്കനും നല്ല രീതിയിൽ വളരെ ഈ കൃത്യതയോടുകൂടി കേസ് അന്വേഷിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. അപ്പോൾ പറഞ്ഞു ഇത് അന്വേഷിക്കണമെന്ന് പറഞ്ഞു. അതിനൊരു സ്പെഷ്യൽ സെല്ലൊക്കെ രൂപീകരിച്ചു. അങ്ങനെ അന്വേഷണം തുടങ്ങി.
അന്വേഷണത്തിലൊക്കെ ഇവർ രണ്ടുപേരുടെയും പേർക്ക് കുറ്റം കണ്ടു. അതായത് ഈ സാൽവത്തോർ കൂടാതെ സാൽവത്തോറിനെ സഹായിക്കാനായിട്ട് ഇതുപോലെ ആൻ്റണി രാജുവും ജോസും കൂടെ ചേർന്നാണ് ഈ കൃത്രിമം നടത്തിയത് എന്ന് മനസ്സിലാക്കി. എന്നിട്ട് ഈ ഷെഡ് ഫോറൻസിക് എക്സാമിനേഷൻ അയച്ചു, ഹൈക്കോടതിയിൽ നിന്ന് വാങ്ങിയിട്ട് അയച്ചു കഴിഞ്ഞപ്പോൾ അന്ന് വിഷ്ണു പോറ്റിയാണ് ഫോറൻസിക് എക്സ്പെർട്ട്, മിടുക്കനാണ്. ഞാൻ എൻ്റെ മുമ്പിൽ വന്നിട്ടുള്ള ഒരുപാട് കേസുകളിൽ വിഷ്ണു പോറ്റിയുടെ റിപ്പോർട്ടുകൾ വന്നിട്ടുള്ളതാണ്. അപ്പോൾ വിഷ്ണു പോറ്റി ഇത് വളരെ കുലങ്കക്ഷമായി പരിശോധിച്ചപ്പോൾ കണ്ടുപിടിച്ചു, ഇതിൻ്റെ തയ്ക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന ഒരു ഭാഗം തയ്ക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന നൂല് പുതിയതാണ്. അതായത് നേരത്തെ ഉള്ളതല്ല. കാരണം ഇത് വെപ്രാളപ്പെട്ട് റെഡിയാക്കുന്നതല്ലേ. അന്നേരം ഈ പഴയ നൂല് കിട്ടുന്ന വലിയ പാടല്ലയോ, പഴയ നൂല് കിട്ടത്തില്ലല്ലോ. ആ നൂലൊന്ന് അഴുക്കാക്കാൻ പോലും ഇവർ അതിൻ്റെ കാര്യമില്ല എന്ന് വിചാരിക്കും. കാരണം കേസ് വെറുതെ പോകുമല്ലോ. ഇതാവുമ്പോൾ ഇതിങ്ങനെ പരിശോധിക്കുന്നില്ലല്ലോ, ഫോറൻസിക് എക്സാമിനേഷൻ നടത്തിയിട്ടില്ലല്ലോ. അതുകൊണ്ട് അതൊന്നും കുഴപ്പമില്ല എന്നുള്ള അമിത വിശ്വാസത്തിലിരിക്കുകയായിരുന്നു. അങ്ങനെ ആണ് ഇത് കണ്ടുപിടിച്ചത്. ഇത് മാനിപ്പുലേറ്റ് ചെയ്തു, ഇതിനകത്ത് കൃത്രിമ തെളിവുണ്ടാക്കി ഇയാളെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഇതിനകത്ത് പുതിയ തയ്യലിട്ട് ഇത് വെട്ടി ചെറുതാക്കിയതാണ് എന്ന് കണ്ടുപിടിക്കപ്പെട്ടു. ചാർജ് ഷീറ്റ് കുറ്റപത്രം കൊടുത്തു കഴിഞ്ഞപ്പോൾ എന്താ പ്രശ്നം? അതായത് ഈ കേസ് പ്രോപ്പറായിട്ടല്ല രജിസ്റ്റർ ചെയ്തത് എന്ന് പറഞ്ഞ് ഹൈക്കോടതിയിൽ ഒരു തർക്കം കൊടുത്തു 2023. ഇനി ഇത് പുറത്താകാൻ വേറൊരു സംഭവം കൂടെ ഉണ്ട്. ഈ സംഭവം വെളിയിൽ വരാൻ ഈ സാൽവത്തോർ ഉണ്ടല്ലോ, ഇയാൾ ഞാൻ പറഞ്ഞില്ലേ വളരെ വലിയ ക്രിമിനലാണ്, ഓസ്ട്രേലിയൻ പൗരനാണ്. അയാൾ അവിടെ ചെന്ന് ഉടനെ കൊലക്കേസിൽ അയാൾ ജയിലിലായി. അയാൾ നേരത്തെ ഒരു കൊലപാതകം നടത്തിയവനാണ്. ജയിലിലായി കഴിഞ്ഞപ്പോൾ ജയിലിലെ സെല്ലിൽ വെച്ച് അയാളൊപ്പം ഉണ്ടായിരുന്ന മറ്റൊരു പ്രതി, അതായത് അവിടെ ജോപോൾ എന്ന് പറയുന്ന ഒരു തടവുകാരൻ, അയാളോട് യമൻ ഇത് പറഞ്ഞു, ഇങ്ങനൊരു സംഭവം ഉണ്ടായി, ജട്ടി വെട്ടി തയ്ച്ച് റെഡിയാക്കിയാണ് ഞാനത് നൂരിപ്പോയതെന്ന് പറഞ്ഞു. അത് എക്സ്ട്രാ ജുഡീഷ്യൽ കൺഫെഷനാണ്. അപ്പോൾ ഈ വിവരം അവിടുത്തെ ജയിലധികൃതർ അവിടെ മനസ്സിലാക്കിയതിന് ശേഷം ഓസ്ട്രേലിയൻ പോലീസിനെ അവരറിയിച്ചു. ഓസ്ട്രേലിയൻ പോലീസ് ഇത് ഇൻ്റർപോളിന് റിപ്പോർട്ട് ചെയ്തു. ഇൻ്റർപോള് ഇവിടെ CBIക്ക് റിപ്പോർട്ട് ചെയ്തു. CBI ആണ് കേരള പോലീസിന് വിവരം കൈമാറുന്നത്. ഇത്രയും വളഞ്ഞ വഴിക്ക് വരണ്ടായിട്ട് വന്നു. പക്ഷേ അവർ ഇത്രയും കഷ്ടപ്പെട്ടായാലും ഇത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തു. കാരണം അഡ്മിനിസ്ട്രേഷൻ ഓഫ് ജസ്റ്റിസിലുള്ള ഒരു കടന്നുകയറ്റമാണ് ഇത്, ചില്ലറ കാര്യമല്ല. കോടതി നടപടികളിലുള്ള ഒരു കടന്നുകയറ്റമാണ് ഒരാളെ രക്ഷിക്കാൻ വേണ്ടി ഇതുപോലുള്ള പണികൾ ചെയ്യുക. അത് ആൻ്റണി രാജു സ്വമേധയാ ചെയ്തോ അതോ സെല്ലിൽ ഉൾപ്പെട്ട് ചെയ്യിപ്പിച്ചോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയില്ല. ഏതായാലും സംഭവം ഇങ്ങനെ നടന്നു എന്നുള്ളത് ഉറപ്പാണ്. അങ്ങനെ അവിടെ അന്നേ ഒരു സംസാരം അതിനെക്കുറിച്ച് ഉണ്ടായിരുന്നു താനും. ഏതായാലും ഇത് കഴിഞ്ഞ് 2023 ആണെന്ന് തോന്നുന്നു, 23 ഹൈക്കോടതി ഈ കേസ് ക്വാഷ് ചെയ്തു. കാരണം ഇത് പ്രോപ്പറായിട്ടല്ല FIR രജിസ്റ്റർ ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞിട്ട്, നടപടിക്രമങ്ങൾ പാലിച്ചില്ല എന്ന് പറഞ്ഞിട്ട് ഈ കേസ് ക്വാഷ് ചെയ്തു. അതിൻ്റെ മേളിൽ സുപ്രീം കോടതിയിൽ അപ്പീൽ പോയി. സുപ്രീം കോടതി പറഞ്ഞു, 2024 പറഞ്ഞു, ഈ കേസ് ഈ ആൻ്റണി രാജു വിചാരണ നേരിടണം, മാത്രമല്ല 1 വർഷത്തിനകം വിചാരണ തീർക്കണം എന്ന് കർശനമായ ഒരു ഉത്തരവ് കൊടുത്തു. അങ്ങനെയാണ് ഇപ്പോൾ ഈ ശിക്ഷ വന്നേക്കുന്നത്. ഇത് വിധിയാണ് യഥാർത്ഥത്തിൽ. ഈ വിധി ശരിയായ വിധിയാണ്. കാരണം ഈ വിധി വരാൻ കാരണം എന്ന് പറഞ്ഞാൽ, ഇങ്ങനെ ഇരുന്നുണ്ട ഒരാൾ ആദ്യമായിട്ടാണ് ഈ വരുന്നത്. ഈ അയോഗ്യനാക്കപ്പെടുക എന്ന് പറയുന്നത് ഒരു അനിവാര്യതയാണ്. കാരണം MLA സ്ഥാനത്ത് ഇരിക്കാൻ അയോഗ്യത ഉണ്ടായി. അത് ലില്ലി തോമസിൻ്റെ കേസിലാണ്. പണ്ടാണെങ്കിൽ അപ്പീൽ പീരീഡ് കഴിഞ്ഞ് 3 മാസമോ മറ്റോ കഴിഞ്ഞിട്ടേ ഉള്ളായിരുന്നു ഇത് നടപ്പിൽ വരുന്നത്. പക്ഷേ ഇപ്പം അങ്ങനെയല്ല. സുപ്രീം കോടതി പറഞ്ഞു 8(3), അതായത് നമ്മുടെ RP ആക്ടിൻ്റെ 8(3) അനുസരിച്ച് ഇത് അന്നേരം തന്നെ വരേണ്ടതാണ്, ഭരണഘടനാ വിരുദ്ധമാണ് ആ പറഞ്ഞേക്കുന്ന കാര്യം. അതുകൊണ്ട് അന്ന് തന്നെ നടപ്പി വരുമെന്ന് പറഞ്ഞു. അങ്ങനെ ലില്ലി തോമസ് കാരണമാണ് ഇപ്പോൾ MLA സ്ഥാനം യഥാർത്ഥത്തിൽ ആൻ്റണി രാജുവിന് നഷ്ടപ്പെട്ടത്. ഇനി ഇത് തിരിച്ചു കിട്ടണമെങ്കിൽ ഒറ്റ കാര്യമുള്ളൂ, അതായത് അപ്പീൽ കൊടുത്ത് ശിക്ഷയ്ക്ക് സ്റ്റേ വാങ്ങിക്കണം. ശിക്ഷയ്ക്ക് സ്റ്റേ വാങ്ങിച്ചുകൊണ്ട് കാര്യമില്ല. കാരണം സെൻറ്റൻസ് സസ്പെൻഡ് ചെയ്താൽ പ്രയോജനമില്ല. ഈ അയോഗ്യത മാറണമെന്നുണ്ടെങ്കിൽ, തൽക്കാലത്തേക്കെങ്കിലും മാറിക്കിട്ടണമെന്നുണ്ടെങ്കിൽ, ഇനി മത്സരിക്കാനും ഉള്ള അയോഗ്യത മാറിക്കിട്ടണമെങ്കിൽ നിർബന്ധമായിട്ടും കൺവിക്ഷൻ സ്റ്റേ ചെയ്യണം. അത് വളരെ റെയറായിട്ടുള്ള കേസുകളിലെ കോടതി ചെയ്യാറുള്ളൂ. അപ്പോൾ കൺവിക്ഷനും സെൻറ്റൻസും സ്റ്റേ ചെയ്താലല്ലേ, അതായത് സെൻറ്റൻസ് സസ്പെൻഡ് ചെയ്യണം, അതോടൊപ്പം കൺവിക്ഷനും സ്റ്റേ ചെയ്യണം, കൺവിക്ഷനും സസ്പെൻഡ് ചെയ്യണം. രണ്ടും കൺവിക്ഷനും സെൻറ്റൻസും സസ്പെൻഡ് ചെയ്താൽ മാത്രമേ ഈ അയോഗ്യത മാറിക്കിട്ടുന്നുള്ളൂ. ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇത് ഒരു
ഒരു യഥാർത്ഥത്തിൽ ഈ കേസ് ഇതിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ ഇതൊരു വലിയ മാർഗനിർദ്ദേശം തന്നെയാണ് ഇങ്ങനെയുള്ള വൃത്തികേട് കാണിക്കുന്ന ആളുകൾക്ക്. കാരണം ഇതേപോലെ കോടതി നടപടിയെ തടസ്സപ്പെടുത്താനും വല്ല കൊടും ക്രിമിനലുകളെ രക്ഷപ്പെടുത്താനുമായിട്ട് കാണിക്കുന്ന ചില വൃത്തികേടുകൾ ഞാൻ ഒരുപാട് എണ്ണം ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതൊന്നും ഞാൻ പറയുന്നില്ല, ആരുടെയാണെന്നൊന്നും ഞാൻ പേരെടുത്തും പറയുന്നില്ല. പക്ഷേ അതിനൊക്കെ ഞാൻ മറുമരുന്നും കണ്ടുപിടിച്ചു, ഞാൻ ശിക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇത് ഒരു എല്ലാവർക്കും ഒരു നല്ല സന്ദേശമായിരിക്കട്ടെ എന്ന് നമുക്ക് കരുതാം.